ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായി നടത്തിയ തിരച്ചിൽ മൂന്നാം നാളും വിഫലം. മരക്കഷ്ണങ്ങളും മറ്റു വാഹനങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയെങ്കിലും അർജുനെയോ ലോറിയോ കണ്ടെത്താനായില്ല. വെള്ളത്തിൽ മുങ്ങിയുള്ള തിരച്ചിലിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ഈശ്വർ മാൽപേ ദൗത്യം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ച കൂടി തിരച്ചിൽ തുടരുമെന്നാണ് സ്ഥലം MLAയും ജില്ലാ കളക്ടറും അറിയിച്ചത്. കഴിഞ്ഞ ദിവസത്തേതെന്ന പോലെ ഇന്നും ഗംഗാവലി പുഴയിൽ നടത്തിയ പരിശോധനയിൽ മരക്കഷ്ണങ്ങളും ലോഹഭാഗങ്ങളും കണ്ടെത്തി. ലോറിയുടെ എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്ന ചെറിയ കൂളിംഗ് ഫാനാണ് കണ്ടെത്തിയത്. അതിനു ചുറ്റുമുള്ള വളയവും കിട്ടി. സൈന്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർ നടത്തിയ പരിശോധനയിലാണ് ഫാൻ കണ്ടെത്തിയത്. എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതല്ലെന്ന് കർണാടക ഫിഷറീസ് മന്ത്രി മംഗൾ വൈദ്യയും ലോറിയുടമ മനാഫും സ്ഥിരീകരിച്ചു. ഇന്നത്തെ തെരച്ചിലിൽ ഒരു സ്കൂട്ടറും കണ്ടെത്തിയിട്ടുണ്ട്. നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത CP4 എന്ന പോയിന്റിലാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. അതിനിടയിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ തിരച്ചിൽ അവസാനിപ്പിച്ചത് തിരിച്ചടിയായി. വെള്ളത്തിൽ മുങ്ങിയുള്ള തിരച്ചിലിന് അനുമതി നൽകുന്നില്ലെന്നും അർജുന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കി പരിശോധന നടക്കുമ്പോൾ സമീപത്തായി വെള്ളത്തിൽ മുങ്ങി പരിശോധന നടത്താനാവില്ലെന്നാണ് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിലപാട്. അതേസമയം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ MLA സതീഷ് സെയിൽ വ്യക്തമാക്കി. 8 ദിവസം കൂടി തിരച്ചിൽ തുടരുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടെന്ന് അർജുന്റെ സഹോദരി അഞ്ജുവും പറഞ്ഞു. ഗംഗാവലി പുഴയിലെ തിരച്ചിൽ നാളെയും തുടരും. കൂടുതൽ സഹായങ്ങൾക്കായി നാവികസേനയും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലും പ്രദേശത്തെത്തുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജനം, കോഴിക്കോട്.